ഹേ ഗൈസ്, അപ്പോൾ ഇത് ഡേ 10 ഓഫ് 30 ഡേയ്സ് ചലഞ്ചാണ്. അപ്പം നമ്മുടെ ചലഞ്ച് തുടങ്ങി എന്തായാലും 10 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊരു 20 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചലഞ്ച് അങ്ങോട്ട് നിർത്തുമ്പോഴേക്ക് ഇനി എനിക്കൊരു സമാധാനം ആവുള്ളൂ. കാരണം അത്രയും ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കണം. ഏതായാലും സ്കൂളൊക്കെ കിട്ടുന്നതിന് ശേഷം ഞാൻ ഈ ഒരു സാധനം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ കഴിച്ചിട്ട് കുറച്ച് അധികം നാളായി. ഇപ്പോൾ അമ്മ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിച്ചു. പിന്നെ ചോറും ചെമ്മീൻ റോസ്റ്റും പിന്നെ ഈ തോരനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം എനിക്ക് എക്കണോമിക്സ് എഴുതാനുണ്ടായിരുന്നു. മൈക്രോ എക്കണോമിക്സ് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ട് സാർ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ദിവസം ഹർത്താലായത് കാരണം ക്ലാസ്സും കാര്യങ്ങളൊന്നും അധികം ആൾക്കാർ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോട്ട് എഴുതിപ്പിക്കാൻ തീരുമാനിച്ചു. സാർ അയച്ചിട്ടുണ്ടായിരുന്നു. അത് പറ്റുന്നിടത്തോളം എഴുതിക്കൊണ്ട് വരണമായിരുന്നു. ഞാൻ എന്തായാലും കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബാക്കി പിന്നെ എഴുതാമെന്നുള്ളൊരു മട്ടിലായി. കാരണം അത്രത്തോളം ഉണ്ടായിരുന്നു എനിക്ക് എഴുതാനും കാര്യങ്ങളൊക്കെ. ഹർത്താലിന്റെ ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ ഒരു 15 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് അത്യാവശ്യം നോട്ട് എഴുതിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് എഴുതാനുണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഡേ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ആ ദിവസം ആകെ ഞാൻ ഉൾപ്പെടെ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നോട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ അക്കൗണ്ടൻസിയിൽ മാത്രം 2 ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചു, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഫസ്റ്റ് ഡേ തന്നെ നോട്ടും കാര്യങ്ങളൊക്കെ എഴുതാനുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പെൻഡിങ് ഒക്കെ വന്നു. പിന്നെ ഇവിടെ ഞാൻ ഫസ്റ്റിൽ തന്നെ എക്കണോമിക്സ് മൈക്രോ എക്കണോമിക്സ് എഴുതാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ചാപ്റ്റർ ഹെഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ എഴുതാൻ തുടങ്ങി. എഴുതി ഒരു 2-3 പേജ് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കിയത് എൻ്റെ നേരത്തെ എഴുതിക്കൊണ്ടിരുന്ന സാധനം എൻ്റെ കംപ്ലീറ്റ് ആയിരുന്നില്ല. ഹർത്താലിൻ്റെ ഫസ്റ്റ് ഡേത്തെ നോട്ടിന് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഹർത്താലല്ലല്ലോ, സ്ട്രൈക്ക് അല്ലായിരുന്നു, സോറി കേട്ടോ, സ്ട്രൈക്ക് ആയിരുന്നു. അപ്പോൾ സ്ട്രൈക്കിൻ്റെ ഫസ്റ്റ് ഡേത്തെ നോട്ടിന് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അത് ഓർക്കാണ്ടാണ് ഞാൻ ഈ മൈക്രോ എക്കണോമിക്സ് ഫസ്റ്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ 2 പേജും കൂടെ ഒട്ടിച്ച് വെച്ചിട്ട് വീണ്ടും ആ സ്ട്രൈക്കിൻ്റെ ഫസ്റ്റ് ഡേ ഓഫ് സ്ട്രൈക്കിൻ്റെ നോട്ട് മൊത്തം ഞാനിരുന്ന് എഴുതി. പിന്നെ വീണ്ടും മൈക്രോ എക്കണോമിക്സ് എന്നിട്ട് ഒന്നും കൂടെ എഴുതാൻ തുടങ്ങി. എനിക്ക് അന്നത്തെ ദിവസം മൊത്തത്തിൽ പണി കിട്ടിയിരിക്കുകയായിരുന്നു. എനിക്ക് ഒന്നാതെ വയ്യായിരുന്നു. എനിക്ക് എഴുതാനോ ഒന്നിനും ഒരു മൂടുണ്ടായിരുന്നില്ല. എനിക്ക് വീഡിയോ ഇടാനോ വീഡിയോ അപ്ലോഡ് ചെയ്യാനോ ഒന്നിനും ഒരു മൂടുണ്ടായിരുന്നില്ല. എനിക്ക് നേരെ വന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ചലഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ എടുക്കണം. വീഡിയോ എനിക്ക് അന്ന് ഇടാനുണ്ടായിരുന്നു. എഡിറ്റ് ചെയ്യാൻ എത്രത്തോളം സമയം എടുത്തെന്ന് എനിക്കറിയാൻ പാടുള്ളൂ. പിന്നെ അത് അപ്ലോഡ് പോലും ആവുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഇടയ്ക്ക് ഇപ്പോൾ ഒരു പ്രശ്നം വരുന്നുണ്ട്, വീഡിയോ അപ്ലോഡ് ഒന്നും ആവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ. ഇപ്പൊ പിന്നെയും അതൊന്ന് സെറ്റായി വരുന്നുണ്ട്. നല്ല ലാഗ് അടിച്ചിട്ടാണ് വീഡിയോ മിക്കവാറും ഞാൻ നേരത്തെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അത് അപ്ലോഡ് ആയി വരുമ്പോഴേക്കും കുറേ ടൈം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ വീഡിയോ മിക്കവാറും ലേറ്റ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. സോ സോറി ഫോർ ദാറ്റ്. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ക്ലിപ്പിൽ കാണാൻ പറ്റും. ഞാനത് പേജ് ഒട്ടിച്ചിട്ട് വീണ്ടും ഒന്നും കൂടെ എഴുതി തുടങ്ങുകയാണ്. വല്ലാത്തൊരവസ്ഥയാണ്. എനിക്ക് എൻ്റെ കൂട്ടുകാരി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. ആ ഒരു മണ്ടത്തരം കാരണമാണ് എനിക്ക് മര്യാദയ്ക്ക് ഇപ്പോൾ എഴുതാൻ പറ്റാഞ്ഞത്. ആ ക്ലാസ്സിൽ പോയ സമയത്ത് പോലും എനിക്ക് എഴുതാനുള്ള ആ ഒരു ബോധം ഉണ്ടായിരുന്നില്ല. ഞാൻ ആകെ അക്കൗണ്ടൻസി മാത്രം ക്ലാസ്സിൽ പോയിരുന്നിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്നിട്ടാണ് ബാക്കിയുള്ള സബ്ജക്റ്റിൻ്റെയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ എക്കണോമിക്സ് എങ്ങനെ പോയാലും കംപ്ലീറ്റ് ആക്കി വരാറുണ്ട്. എപ്പോഴും എൻ്റെ എക്കണോമിക്സ് ഇൻകംപ്ലീറ്റ് ആയിട്ട് വെച്ചിട്ടില്ല ഇതുവരെ. അത് അങ്ങനെ തന്നെ പോട്ടെ. പിന്നെ എക്കണോമിക്സിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എഴുതാനുള്ളതും ചാപ്റ്റേഴ്സും ഉള്ളതും. പോർഷൻസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. 6 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടൽ ഉള്ളത്. 6 ഫസ്റ്റ് 2 ചാപ്റ്റർ സാറ് ഒരു ചാപ്റ്റർ ആക്കി കൂട്ടിയേക്കാണ്. അതുകൊണ്ട് തന്നെ 6 ചാപ്റ്റർ ആക്കി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ടെക്സ്റ്റ് ബുക്കിലുള്ളത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് 7 ചാപ്റ്ററാണ് എക്സാമിനുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ പഠിച്ച് ഞാൻ എങ്ങനെ എക്സാമിൽ എഴുതുമെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാരണം അത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട്. മൈക്രോ എക്കണോമിക്സ് ആണെങ്കിൽ ഞാൻ എഴുതിയിട്ടാണെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. സാർ ക്ലാസ് തുടങ്ങിയിട്ടില്ല, നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നോട്ട് ഇങ്ങനെ നമ്മൾ എഴുതുമ്പോഴൊക്കെ ഒന്നും മനസ്സിലാവുന്നില്ല. വല്ലാത്തൊരു അവസ്ഥ ഇരിക്കുകയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് പിന്നെയും കുഴപ്പമില്ല. സ്റ്റാറ്റിസ്റ്റിക്സിന് നമുക്ക് പിന്നെയും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. വരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെയും കുഴപ്പമില്ല. ഈ മൈക്രോ എക്കണോമിക്സ് എനിക്ക് ഒട്ടും പറ്റുന്നില്ല. എന്താവും എന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. ഇനി +2-ലാവുമ്പോഴാണ് നമുക്ക് ഇനി മാക്രോ എക്കണോമിക്സ് ഇടാൻ പോകുന്നത്. അത് എന്താവോ എന്തോ. ഇത് ഞാൻ എഴുതുന്നത് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ചുമ്മാ ഇരുന്ന് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിരുന്ന് കൂടെ എഴുതി തീർത്തു. മാത്രമല്ല ഇനിയും എനിക്ക് നോട്ട് ഇൻകംപ്ലീറ്റ് ആക്കി വെക്കാനൊന്നും പറ്റില്ല. കാരണം എക്സാമിന് ഇനി ആകെ 13-14 ദിവസം കൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ എക്സാം ആയിരിക്കും. അപ്പോൾ അതിനുവേണ്ടി പഠിക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ കുറച്ച് ദിവസമായിട്ട് ഞാൻ എക്കണോമിക്സ് മാത്രമേ നോക്കുന്നുള്ളൂ. ഞാൻ അക്കൗണ്ടൻസി ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അക്കൗണ്ടൻസിയിൽ ഇപ്പം പഠിപ്പിക്കുന്ന കാര്യം, അതായത് അക്കൗണ്ടിങ് ഇക്വേഷൻ എനിക്ക് ഓക്കെയാണ്. ആ ഒരൊറ്റ കോൺഫിഡൻസിലാണ് ഞാൻ ഇരിക്കുന്നത്. ബാക്കിയുള്ളതൊന്നും എനിക്ക് മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ഞാൻ മര്യാദയ്ക്ക് പഠിച്ച് വന്നിട്ടില്ല. പിന്നെയുള്ള ബിസിനസ് ആണെങ്കിലും ഒത്തിരി തിയറി ഉള്ളതുകൊണ്ട് എനിക്ക് പഠിക്കാൻ നല്ല മടിയായിട്ടുള്ള സബ്ജക്റ്റ്. പിന്നെ ഇംഗ്ലീഷ് ആണെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് എങ്ങനെ വന്നാലേ അവസാനമേ പഠിക്കുകയുള്ളൂ.
IP ആണെങ്കിൽ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റാണ്. IP താല്പര്യമില്ലാത്ത എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറ്റാത്തൊരു സബ്ജക്റ്റായിട്ട് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. ഇടയ്ക്ക് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ IP എനിക്ക് കുറച്ച് കൂടെ ശ്രദ്ധിച്ച് പഠിക്കാനുണ്ട്. പിന്നെ സൺഡേ നമുക്കൊരു ഗ്യാപ്പ് ഉള്ളത് IPക്ക് ആയതുകൊണ്ടാണ് IP ഞാൻ പതുക്കെ തുടങ്ങാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നത്. IPക്ക് എനിക്ക് തോന്നുന്നു 3 ചാപ്റ്റർ എങ്ങാണ്ടാണുള്ളത്. ആ 3 ചാപ്റ്ററും കുഴപ്പമില്ലാത്ത 3 ചാപ്റ്ററായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പതുക്കെ അത് സ്റ്റാർട്ട് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അത്രയല്ലേ ഉള്ളൂ. ഇത്രയും സബ്ജക്ട്സ് ആണ് നമുക്കുള്ളത്. ഇത്രയും സബ്ജക്റ്റ് എനിക്ക് എത്ര മാർക്ക് കിട്ടുമെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. പ്രത്യേകിച്ച് എക്കണോമിക്സ് ഒക്കെ അത്രത്തോളം പഠിക്കാനുണ്ട്. എനിക്ക് ഏറ്റവും പേടിയാവുന്നത് ബിസിനസ്സിലാണ്. ബിസിനസ്സിലും IPയിലാണ് എനിക്ക് ഏറ്റവും പേടിയുള്ളത്. മര്യാദയ്ക്ക് മാർക്ക് കിട്ടണേ എന്നുള്ളൊരു പേടിയാണുള്ളത്. പിന്നെ ഏറ്റവും കൂടുതൽ പഠിക്കുന്ന എക്കണോമിക്സിനോട് എനിക്ക് ചെറിയ പേടിയുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ എനിക്ക് എക്സാമിന് ഫിയർ വരുന്നത് പേടിയുള്ളതും ബിസിനസ്സാണ്. ടീച്ചേഴ്സൊക്കെ നന്നായിട്ട് പഠിപ്പിക്കും, പക്ഷെ എന്നാലും നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ നോട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത്രയുള്ള വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.